നമ്മൾ തമ്മിൽ രണ്ട് ജനറേഷനാണ്. അപ്പം ഞങ്ങളുടേതായിട്ടുള്ള ആ ഒരു രീതിയും പണ്ടത്തെ മോഡലിൽ ഇപ്പോഴത്തെ കൾച്ചർ രീതി വ്യത്യാസമുണ്ട്. ചോദിച്ചതാ, മക്കളോട് ചോദിച്ചതാണ്. മക്കൾ ഇച്ചിരി വലിയതാണല്ലോ. ഫാമിലിക്കാണല്ലോ എന്തായാലും കാണലുണ്ട്. ചെയ്യുന്നതിനെ ഒരു പരസ്യപ്പെടുത്തലാണല്ലോ. അപ്പോൾ കപ്പിളും ഫാമിലി സ്വാതന്ത്ര്യം കൂടുതലുണ്ടാവുക. ഫാമിലി പോകുമ്പോൾ അധികം ലോക്കായിട്ടാണ് ഉണ്ടാവുക. ഫ്രണ്ട്സാണ്. എന്താണ് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടുതൽ ഹാപ്പി? ഡിഫറെൻ്റ് ആണ്. നമ്മുടെ പ്രൈവസി നമ്മൾ തന്നെയായിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇന്ന് ഓരോ ദിവസം എല്ലാം ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളല്ലേ. നമുക്ക് ഞാൻ 12 വർഷമായി ഇവിടെ വന്നിട്ട്. പിന്നെ നമ്മൾ ആദ്യമേ കൂലിന് വന്നതാ. ഒരു ഇൻ്റർനാഷണൽ ഫാമിലി ഡേ ആണ്. അപ്പോൾ ഞാനൊരു അത് വന്നിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ സാറിനോട്. അപ്പോൾ നമ്മളിങ്ങനെ ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി ഒക്കെ ഉണ്ട്. കൂട്ടത്തോടെ എല്ലാവരും ജീവിക്കുന്നതും അല്ലെങ്കിൽ ഒരു ഫാമിലി ഒറ്റയ്ക്കായിട്ട് ഒരു വീട്ടിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ സാറിന് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ജോയിൻറ്റ് ഫാമിലി. ജോയിൻറ്റ് ഫാമിലി, കൂട്ടത്തോടെ ജീവിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അതെന്താ വെച്ചാൽ ജോയിൻറ്റ് ഫാമിലിയാണ് എല്ലാം കൊണ്ടും ഉചിതം. നമ്മൾ ജനിച്ചു വളർന്നത് അങ്ങനെയാണ്. ഇപ്പോഴത്തെ കൾച്ചർ രീതി വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ മുമ്പ് നമ്മളെ തലമുറ, നമ്മളെ വാപ്പ, നമ്മളെ ഉമ്മ, അവരുടെ ഉമ്മയൊക്കെ വന്നത് ജോയിൻറ്റ് ഫാമിലി കൂടെയാണ്. അപ്പോൾ ഏറ്റവും ഉചിതം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ജോയിൻറ്റ് ഫാമിലിയാണ്. ചേച്ചിയുടെ ഈ ഒരു ജോലി, ചേച്ചിയുടെ ഫാമിലി ലൈഫിന് തടസ്സമായാൽ ചേച്ചി എന്ത് ചെയ്യും? തടസ്സമായാൽ പോവില്ല. ജോലി ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി ഇപ്പോൾ എത്ര നാൾ ഈ ഓട്ടോ ഓടിക്കുന്നത്? 5ാമത്തെ വർഷം. 15 വർഷം. ഓ, അപ്പോൾ 15 വർഷം ചേച്ചിക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഓട്ടോ? തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിച്ചതാ, മക്കളോട് ചോദിച്ചതാ. മക്കൾ ഇച്ചിരി വലിയതാണല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ വലിയ അമ്മ പൊയ്ക്കോ, ഞങ്ങൾ സപ്പോർട്ടാണ്. സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ വരില്ല. അവർ സപ്പോർട്ട് ഇല്ലെങ്കിൽ വരാൻ പറ്റില്ല. വീട്ടിൽ നിന്നുള്ള ഇതല്ലേ നമുക്ക് സപ്പോർട്ടാണല്ലോ വേണ്ടത്. എന്തുകൊണ്ടാണ് ആ കൂട്ടത്തോടെ ജീവിക്കാൻ ഒരു കാരണം? ലൈഫാണത്. പണ്ടത്തെ മോഡലിൽ കസിൻസും എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഏറ്റവും ഫാമിലിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഫാമിലിക്കാണല്ലോ എന്തായാലും. ഇല്ല, കണ്ടിന്യൂ ചെയ്യൂല. ഫാമിലിക്ക് പറ്റിയൊരു ജോലിയാണ് നോക്കുക. പ്രശ്നമാണ്, പക്ഷെ നമ്മൾ കുടുംബവും നോക്കണമല്ലോ. കുടുംബം നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ജോലി നോക്കി ചെയ്യുക. ഇപ്പോൾ ഇപ്പം ട്രെൻഡായി നിൽക്കുന്ന കാര്യമാണ് എന്ത്? കപ്പിൾ വ്ളോഗ്, ഫാമിലി വ്ളോഗ്. അങ്ങനെ അവരുടെ പ്രൈവസി ലൈഫ് ഇങ്ങനെ മൊത്തത്തിൽ പബ്ലിക്കിലേക്ക് കാണിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റി ഉസ്താദിന് എന്താ അഭിപ്രായം? വ്ളോഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നതിനെ ഒരു പരസ്യപ്പെടുത്തലാണല്ലോ. അപ്പോൾ കപ്പിളും ഫാമിലി വ്ളോഗും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിനങ്ങനെ പരസ്യപ്പെടുത്തി അതിനെ കമൻറ്റ് ചെയ്യിപ്പിച്ചിട്ടും പിന്നെ അഭിപ്രായം പറഞ്ഞിട്ടും കൂടുതൽ അങ്ങനെ സമൂഹത്തിലേക്കൊരു ഇറക്കിയിട്ടുള്ള രൂപത്തിൽ എനിക്ക് അതിനോടൊരു അഭിപ്രായം കുറവാണ്. നേരെ മറിച്ച് കപ്പിൾ വ്ളോഗായാലും ഫാമിലി വ്ളോഗായാലും അതൊരു പിന്നെ അവരുടെ ഒരു ഫാമിലി ഇതിൽ ഒതുങ്ങിയിട്ട് അതിനെ പുറത്തേക്ക് പരസ്യപ്പെടാതെ നല്ല രൂപത്തിൽ എൻജോയ് ചെയ്യണമെന്നാണ്. ഫാമിലി വ്ളോഗായാലും കപ്പിൾ വ്ളോഗായാലും അതിനെ പുറത്തേക്ക് വിടാതെ ഫാമിലിയിൽ ഒതുങ്ങിയിട്ട് അത് നല്ല എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ ഒരുപാട് ട്രിപ്പ് പോകുന്നതാണ്. ചിലത് ഫാമിലിയോടായിരിക്കും, ചിലത് ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പം ഏത് ട്രിപ്പാണ് കൂടുതൽ പോകാൻ ഇഷ്ടം? ഫാമിലിയോടൊപ്പമാണോ ഫ്രണ്ട്സിനോടൊപ്പമാണോ? ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോഴാണുള്ള ഒരു ഹാപ്പിനെസ് ഫീലിട്ട്. എന്താണ് ഫാമിലിൻ്റെ ഒപ്പം പോകുമ്പോൾ കിട്ടാത്ത ഒരു എന്ത് ഹാപ്പിനെസ്സാണ് ഫ്രണ്ട്സിൻ്റെ പോകുമ്പോൾ കിട്ടുന്നത്? ചോദിക്കുകയാണ് എന്താണ്? അപ്പം സ്വാതന്ത്ര്യം കൂടുതലുണ്ടാവുക. രണ്ടും വേറെ വേറൊരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ കൂടുതൽ ഹാപ്പിനെസ് ഏത് ആണ്? ഫ്രണ്ട്സാണ്. എന്താണ് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടുതൽ ഹാപ്പിനെസ്? വേറൊന്നുമില്ല, ഫാമിലിൻ്റെ കൂടെ അങ്ങനെ പോകാൻ സമയം കിട്ടാറില്ല. പിന്നെ പോകുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ അങ്ങനെ കാര്യങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് സമയം കിട്ടാറ്. ഇപ്പം ഹോസ്റ്റലൊക്കെ ആയതുകൊണ്ട് സമയം കൂടുതൽ കിട്ടാറ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഫാമിലിയോടൊപ്പം രണ്ടും വേറെ വേറെ വൈബാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ വേറെ വൈബാണ്, ഫാമിലി വേറെ വൈബാണ്. അതെങ്ങനെയാണ് ഈ ഫ്രണ്ട്സ് ട്രിപ്പ് ഫാമിലി ട്രിപ്പിൽ നിന്ന് വേർതിരിയുന്നത്? അത് എന്താ മൊത്തത്തിൽ ഡിഫറെൻ്റ് ആണ്. എങ്ങനെ ഇപ്പോൾ പറയാം? കൂടുതൽ ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ആരെപ്പോഴാണ്? ഫ്രണ്ട്സ്. ഫാമിലി എന്താ പറയുക, ഓക്കെ. കൂടുതലും ഫ്രണ്ട്സിൻ്റെ ഒപ്പരാണ് നിങ്ങൾക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ ജീവിച്ചു പോന്നിരിക്കുന്ന സ്റ്റൈലിൽ നമ്മുടെ ചെറുപ്പം മുട്ടുള്ള ആ ചിട്ടയിലും മറ്റുള്ളവരെ നമ്മളുടെ ഫാമിലി മാറ്റേഴ്സ് അറിയിക്കണം, അറിയിക്കേണ്ടാത്ത വേണ്ട. നമ്മൾ തമ്മിൽ
രണ്ട് ജനറേഷനാണ്. അപ്പം ഞങ്ങളുടേതായിട്ടുള്ള ആ ഒരു രീതിയും നിങ്ങളുടെ ന്യൂ ജനറേഷനായിട്ടുള്ള രീതിയായിട്ട് വലിയ മാറ്റം വരുന്നുണ്ട്. ഇത് ഞങ്ങൾ രണ്ട് ലൈഫിലുള്ളവരാണ്. പഴയ ജീവിതം, അതായത് കാളവണ്ടി കാലത്ത് റേഡിയോ ഉള്ള കാലത്തും ഉള്ള ഇതും. അപ്പം നിങ്ങളിപ്പം കമ്പ്യൂട്ടറുള്ള ഇതിലും എയിൽ ജീവിക്കുന്നു. ഞങ്ങൾ അതിലും ജീവിച്ചു, ഇതിലും ജീവിച്ചു. അപ്പം ഞങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള ചിട്ടകളും നിങ്ങളുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ സാറിന് സ്ഥലം എവിടെയാണ്? राजस्थान രാജസ്ഥാൻ. അപ്പോൾ ഈ ഫാമിലി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് സാറിന് തോന്നുന്നത്? ഫാമിലി ആണല്ലോ ഫുൾ ഇമ്പോർട്ടൻറ്റ്. ഫാമിലി വന്നിട്ട് നമ്മൾ കേരളത്തിൽ ജോലി ചെയ്യാനേ വന്നതാണ്. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയാണ് അങ്ങനെ രാജസ്ഥാനിൽ നിന്ന് ഇവിടുത്തെ വരെ വന്നത്. ഞാൻ 12 വർഷമായി ഇവിടെ വന്നിട്ട്. പിന്നെ നമ്മൾ ആദ്യമേ കൂലിന് വന്നതാണ്. ഒരു 200 രൂപ ഡെയിലി, അപ്പോൾ 1000 രൂപ കൂലിയാണ്. അപ്പോൾ 12 കൊല്ലം ഫാമിലിക്ക് വേണ്ടിയാണ്. ഫാമിലിക്ക് ഇനിയും ചെയ്യും, ഫാമിലിക്ക് വേണ്ടി വന്നിട്ട് ഇനി ചെയ്യും. ഫാമിലി ആണെങ്കിൽ നമ്മളാണല്ലോ